ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നിപ്പോൾ ഒരു ക്ലീനിങ് വീഡിയോ ആട്ടോ. നമ്മുടെ കിച്ചണൊക്കെ കണ്ടില്ലേ, അലങ്കോലമായിട്ടാണ് കിടക്കണേ. ഇപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് അതേമാതിരി യൂഷ്വലി ഞാൻ ഇടയ്ക്കിടയ്ക്ക് അത്യാവശ്യം നമുക്ക് കാണുന്ന ഏരിയകളൊക്കെ ക്ലീൻ ചെയ്യാറുണ്ട്. പക്ഷേ ഇന്ന് കുറച്ചധികം നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്യാം, അപ്പം നിങ്ങളെയും കൂടി കൂട്ടാം എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഒറ്റ പാത്രം കഴുകിയിട്ടുണ്ടായിരുന്നില്ല, കുറേ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഫസ്റ്റിലേ തന്നെ ക്ലീൻ ചെയ്ത് വെക്കുക കേട്ടോ ചെയ്യണത്. അപ്പോൾ അതേമാതിരി അത് കഴിഞ്ഞിട്ട് നമുക്ക് എപ്പോഴും ആണെങ്കിലും നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റൗവ്, കൗണ്ടർ ടോപ്പ്, പിന്നെ അതൊക്കെ അങ്ങനെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കണം കേട്ടോ. അപ്പോൾ കുക്കിംഗ് റേഞ്ചിൽ കുറച്ച് അഴുക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം അതിൽ കുറച്ച് നമ്മൾ ആദ്യമേ തന്നെ സോപ്പൊക്കെ ഇട്ടിട്ട് കഴുകണതിന് മുന്നേ ഞാൻ ജസ്റ്റ് അതിലുണ്ടായിരുന്ന കറിയുടെയൊക്കെ അംശമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് മാറ്റും കേട്ടോ, ടിഷ്യൂസ് വെച്ചിട്ട്. എന്നിട്ട് യൂഷ്വലി ഞാൻ ചിലപ്പോൾ നമ്മുടെ അത് കണ്ടോ, ആ ക്ലീൻ ചെയ്യുന്ന ബ്രഷിനകത്ത് നമുക്ക് ലിക്വിഡ് ഒഴിക്കാം. അപ്പോൾ നോർമലി ചിലപ്പോൾ അതിൽ സാധാരണ നമ്മുടെ പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്നത് എന്താണോ അത് ഫില്ല് ചെയ്തിട്ട് അതിൽ മുകളിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലിക്വിഡ് താഴേക്ക് വരും. എന്നിട്ട് അത് വെച്ച് കഴുകും. പിന്നെ എനിക്ക് കുറച്ച് നല്ലപോലെ കഴുകണം, അതായത് കുറച്ച് നല്ലപോലെ ക്ലീൻ ആവണമെന്നുണ്ടെങ്കിൽ ആ വൈറ്റ് ലിക്വിഡ് കണ്ടോ അത് വെച്ചിട്ട് ക്ലീൻ ചെയ്യും. അങ്ങനെ ചെയ്യാറ് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് ക്ലീൻ ചെയ്യുമ്പോൾ കുറച്ച് നല്ല പോലെ ക്ലീനായ പോലെ ഫീൽ ചെയ്യും. അപ്പോൾ എന്നും കഴുകുമ്പോൾ ഈ ഇതേമാതിരി കുക്കിംഗ് റേഞ്ച് മൊത്തത്തിൽ അതിൻ്റെ മുകളിലുള്ള എല്ലാം എടുത്തിട്ട് ബർണേഴ്സ് അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് കഴുകാറില്ല. ജസ്റ്റ് അതൊന്ന് സോപ്പൊക്കെ ഉപയോഗിച്ച് ബ്രഷ് ചെയ്തെടുക്കുക, തുടച്ചെടുക്കും. പക്ഷേ ഇന്നിപ്പം നല്ലപോലെ ക്ലീൻ ചെയ്യണത് കാരണം അതിന് മുകളിലുള്ളതൊക്കെ എടുത്ത് മാറ്റി അതൊക്കെ കഴുകി വേണ്ടിയെടുത്ത് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ക്ലീൻ ചെയ്തെടുക്കട്ടെ. ഇതിപ്പം സാധാരണ ഈ ലിക്വിഡ് ഒഴിച്ചതിന് ശേഷം നല്ലപോലെ ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് തുടച്ചെടുത്താൽ പോകട്ടെ. ഇന്നിതിപ്പോൾ ഒഴിച്ചത് അധികമായിപ്പോയി, അതുകൊണ്ട് തുടച്ചെടുത്താൽ പോകണില്ല. അല്ലെങ്കിൽ മൈക്രോഫൈബറിൻ്റെ ഒരു ക്ലോത്ത് വെച്ചിട്ടോ അല്ലെങ്കിൽ ടിഷ്യൂ വെച്ചിട്ടാണെങ്കിലും തുടച്ചെടുത്താൽ പോകും. അപ്പോൾ ഇന്നിപ്പോൾ അത് പോകണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം ടിഷ്യൂ വെച്ച് തുടച്ച് കുറച്ച് മാറ്റിയിട്ട് പിന്നെ മൈക്രോഫൈബറിൻ്റെ ഒരു ക്ലോത്ത് വെച്ച് തുടങ്ങുമ്പോൾ വേഗം തന്നെ പോകും കേട്ടോ, പെട്ടെന്ന് അത് അബ്സോർബ് ചെയ്തെടുക്കും. അപ്പോൾ അത് വെച്ചിട്ടൊന്ന് തുടച്ച് എടുക്കുക കേട്ടോ ചെയ്യണേ. അപ്പോൾ പോയില്ലെങ്കിൽ ഒരു ഇച്ചിരി വെള്ളം ഒന്ന് തൊട്ടിട്ട് തുടച്ചാലും മതി, പക്ഷെ അത് പോകും വേഗം തന്നെ കേട്ടോ. പിന്നെ അതേമാതിരി അതിൻ്റെ ആ മുകളിൽ കവർ ചെയ്ത് വെക്കുന്ന പോർഷനില്ലേ, അവിടെ നമ്മുടെ ഓയിലൊക്കെ തെറിച്ച് കിടപ്പുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ആ ഭാഗവും നല്ലപോലെ ഒന്ന് തുടച്ചെടുക്കണം. അതേമാതിരി അതിൻ്റെ ബാക്കിൽ തന്നെ ടൈൽസ് ഏരിയ ഇല്ലേ, നമ്മുടെ വാളിൻ്റെ ഏരിയയൊക്കെ അവിടെ ഒന്ന് തുടച്ചെടുക്കണം കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഞാൻ ശ്രദ്ധിച്ചേക്കണത് നമ്മുടെ നാട്ടിലേക്കാളും ഈ ഓയിലിന് പെട്ടെന്ന് എല്ലായിടത്തേക്കും ഓയിലിൻ്റെ ആ ഒരു ഒക്കെ തെറിച്ചിട്ട് മൊത്തം അഴുക്കാവും. അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ തുടച്ചെടുക്കണം ഇടയ്ക്കിടയ്ക്ക്, ഇല്ലെങ്കിൽ അതിങ്ങനെ ഇരുന്നിരുന്ന് ഒരു ഭയങ്കര സ്റ്റിക്കി ആയിട്ട് വരും. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇതേ ഓരോ ബർണേഴ്സും എടുത്ത് നല്ലപോലെ ഒന്ന് കഴുകി ക്ലീനാക്കി എടുക്കുക കേട്ടോ. നല്ലപോലെ അഴുക്കായാലാണ് ഞാൻ ഇതെടുത്ത് ഇങ്ങനെ കഴുകാറുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും നമ്മൾ ഫ്രൈ ഒക്കെ ചെയ്യുകയാണെങ്കിൽ തെറിക്കുകയൊക്കെ ചെയ്യില്ല, അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ഇത് ക്ലീൻ ചെയ്യാറ്. അല്ലെങ്കിൽ ഞാൻ അത് അവിടെ തന്നെ വെച്ചിട്ട് ബാക്കി കുക്കിംഗ് റേഞ്ചിൻ്റെ ഏരിയയൊക്കെ ക്ലീൻ ആക്കുക ചെയ്യാറ്. ഇന്നിപ്പോൾ എല്ലാം ഡീപ്പ് ക്ലീൻ ചെയ്യണത് കാരണം അതെടുത്ത് മാറ്റി അതേമാതിരി ഫുള്ളെടുത്ത് കഴുകി തുടച്ചിട്ട് വയ്ക്കുക കേട്ടോ ചെയ്യണേ. പിന്നെ ഈ കുക്കിംഗ് റേഞ്ചിൻ്റെ മുന്നിൽ നമ്മൾ ഓൺ ചെയ്യാൻ ഉപയോഗിക്കുന്ന സംഭവമില്ലേ, അത് ഊരിയെടുക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഒന്ന് ഊരിയെടുത്തിട്ട് അതിൽ ഓയിൽ ഒക്കെ ഇങ്ങനെ ചാടിയിട്ടുണ്ടാവും നമ്മൾ എന്തെങ്കിലുമൊക്കെ വർക്കുകയൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ അതൊന്ന് തുടച്ച് എന്നിട്ട് തിരിച്ച് അതേപോലെ തന്നെ കയറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ ഞാൻ ഒരിക്കലൊരു എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത്, ആ ഫ്രണ്ടിനെ അറിയത്തുണ്ടായിരുന്നില്ല ആ മുന്നിലത്തെ ഊരിയെടുക്കാവുന്നത്. അപ്പോൾ ഞാൻ ഇത് വാങ്ങിയപ്പോൾ പുതിയതല്ലായിരുന്നു, സെക്കൻഡ് ഹാൻഡ് വാങ്ങില്ലേ, അങ്ങനെ യൂസ്ഡ് ഐറ്റംസ് അങ്ങനെ വാങ്ങിയതാണ്. അപ്പോൾ അതിൽ അങ്ങനെ കുറച്ച് അഴുക്കൊക്കെ ഉണ്ടായിരുന്നു, ഞാനത് ഊരിയെടുത്ത് ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അന്ന് ഞാനങ്ങനെ ക്ലീൻ ചെയ്തു എന്നിങ്ങനെ പറഞ്ഞപ്പോഴാണ് അവൾക്ക് മനസ്സിലായത്. അപ്പോൾ അതിങ്ങനെ ക്ലീൻ ചെയ്യാൻ പറ്റുമെന്ന്. എന്നിട്ട് അവൾ വീട്ടിൽ ക്ലീൻ ചെയ്യാൻ നോക്കിയിട്ട് അവൾക്ക് തിരിച്ചു വെക്കാൻ പറ്റിയില്ല. അപ്പോൾ അവളെന്നെ എനിക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചു, ഇങ്ങനെ അതെങ്ങനെ ക്ലീൻ ചെയ്യണം, ഇപ്പോൾ ഊരിയെടുത്തിട്ട് ക്ലീൻ ചെയ്യണമല്ല, അതെങ്ങനെ തിരിച്ചു വെക്കണേ, ഊരിയെടുത്തിട്ട് തിരിച്ചു വയ്ക്കാൻ പറ്റണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ ഊരിയെടുക്കാം പറയുകയും ചെയ്തു, ഇനി തിരിച്ച് വെക്കാൻ പറ്റിയില്ലെങ്കിലും ഓർത്തു. പക്ഷേ അത് പറ്റും കേട്ടോ, അവൾക്കും പറ്റി വേഗം തന്നെ. ഒന്ന് നോക്കിയാൽ തിരിച്ച് വെക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ കുക്കിംഗ് റേഞ്ചൊക്കെ നല്ലപോലെ ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ സിങ്ക് ക്ലീൻ ചെയ്യുക എന്നുള്ള സിങ്ക് എപ്പോഴാണെങ്കിലും അത് ഡീപ്പ് ക്ലീൻ ചെയ്യുമ്പോഴല്ല അല്ലാത്തപ്പോൾ ആണെങ്കിൽ പോലും ഇടയ്ക്കല്ല അല്ലാത്തപ്പോഴാണെങ്കിലും എല്ലാ ദിവസവും തന്നെ വാഷ് ചെയ്തിട്ട് എല്ലാ പാത്രങ്ങളൊക്കെ വാഷ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ സിങ്കിൻ്റെ ഏരിയ മൊത്തം ഒന്ന് കഴുകി ക്ലീനാക്കി വെക്കും കേട്ടോ. അത് സിങ്ക് ഏരിയയിൽ വെള്ളമില്ലാതെ തുടച്ച് വൃത്തിയാക്കി വെക്കുമ്പോൾ തന്നെ ഒരു നല്ലൊരു നീറ്റ്നെസ് ഫീൽ ചെയ്യും. ഇതിപ്പം ആ സെയിം ലിക്വിഡ് തന്നെ ഒഴിച്ച് ബ്രഷ് ചെയ്തിട്ട് തുടച്ചെടുക്കുക ചെയ്യണത്. പിന്നെ അതേമാതിരി നമ്മൾ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ലിക്വിഡില്ലേ, ആ ലിക്വിഡ് അതിൻ്റെ ബോട്ടിലും എപ്പോഴും ക്ലീൻ ആക്കി വെക്കണം കേട്ടോ. അതിൽ കാരണം നമ്മൾ അതിലെപ്പോഴും ഇങ്ങനെ അതിൽ നിന്ന് ക്ലീനിങ് ലോഷൻ എടുത്തിട്ട് അതിലൊക്കെ ചാടിയിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ എല്ലാ ദിവസവും ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ ഞാനത് എല്ലാ ദിവസവും ഈവനിങ് നൈറ്റ് കിടക്കണതിന് മുന്നേ ഒന്ന് കഴുകിയിട്ട് വെക്കാറ് കേട്ടോ. പിന്നെ ഈ സ്പോഞ്ചൊക്കെ ഇടണേ ഇതില്ലേ, ഇത് വേഗം അഴുക്കാവും. കാരണം ഇങ്ങനെ കിടന്നിട്ട് അതിൽ നമ്മൾ കഴുകിയിട്ട് വെക്കണം. പിന്നെ വെള്ളമൊക്കെ കയറി പെട്ടെന്ന് ഇങ്ങനെ അഴുക്കാവും. അപ്പോൾ അതും ഒന്ന് ഊരി കഴുകണ്ട കേട്ടോ. അതിൽ എനിക്ക് തോന്നുന്നു ഇപ്പം ഞാനത് മാറ്റാമെന്ന് വിചാരിച്ചായിരിക്കുന്നത്. വേറെ ഒരെണ്ണം ഞാൻ വാങ്ങിക്കാനായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട്. കാരണം ഇതെനിക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് അഴുക്ക് ഫീൽ ചെയ്യും. അതിലേക്ക് ഇങ്ങനെ വെള്ളമൊക്കെ കെട്ടി കിടന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് കഴുകാറുണ്ട്, എങ്കിൽ പോലും അത് എന്തോ അതിൽ അഴുക്ക് പോലെ ഫീൽ ചെയ്യണം. അപ്പം ഞാൻ മാറ്റാമെന്നല്ല, അപ്പോൾ ഞാൻ വേറെ ഒരെണ്ണോടെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കോട്ടെ. കുറേ കഴിഞ്ഞാൽ അത് പാടാണ് ക്ലീൻ ആക്കുക. അപ്പോൾ ഞാൻ അവിടെ ഒരു യൂസ് ചെയ്യാത്ത ബ്രഷ് വെച്ചിട്ടുണ്ട് കേട്ടോ. പൈപ്പിൻ്റെ ആ താഴ്ഭാഗം ആ മറ്റേ ബ്രഷ് വെച്ചിട്ട് കഴുകിയാൽ ക്ലീൻ ആവണില്ല. അപ്പോൾ ആ സൈഡിൽ ഉള്ളിലേക്ക് കയറിക്കുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ടൂത്ത് ബ്രഷില്ലേ, അത് ഒരെണ്ണം യൂസ് ആക്കാത്തത് വെച്ചിട്ടുണ്ട് ഇങ്ങനെ കഴുകാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട്. അപ്പോൾ അത് കഴിഞ്ഞ് അതെ അതൊക്കെ ഒന്ന് ക്ലീനാക്കി വയ്ക്കുകയാണ്. അപ്പോൾ ഈ പൈപ്പിലിട്ടേക്കുന്ന സംഭവം കണ്ടോ, അത് ഞാൻ ഒരു പ്രാവശ്യം വാങ്ങിയത് കാണിച്ചു തന്നിട്ടുണ്ടായി. അത് ശരിക്കും നല്ല യൂസ്ഫുള്ളായിരുന്നു കേട്ടോ. കാരണം നമുക്കിങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് ഏത് സൈഡിലേക്ക് വേണമെങ്കിലും ഉപയോഗിക്കാമല്ലോ. പക്ഷേ അത് ഈ അടുത്ത അതിൻ്റെ എവിടെയോ ഒരു സൈഡിലായിട്ട് ഒരു ചെറിയ ഹോള് വീണിട്ട് വെള്ളം അതിൽ നിന്ന് ലീക്കാവുക, സൈഡിലേക്ക് ലീക്കാവുക എന്ന് വെച്ചാൽ നമ്മൾ കഴുകുമ്പോൾ ഇങ്ങനെ തെറിക്കുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് ഊരി വെച്ചു കേട്ടോ. പക്ഷേ അതെനിക്ക് ഇഷ്ടമായിരുന്നു. ഞാൻ വേറെ ഒരെണ്ണം വാങ്ങണമെന്ന് ആലോചിക്കുന്നുണ്ട്. സ്റ്റീലിൻ്റെ ടൈപ്പാണെങ്കിൽ ഇച്ചിരി കൂടെ, ഇതിപ്പോൾ പ്ലാസ്റ്റിക് അല്ലേ, സ്റ്റീലാണെങ്കിൽ കുറച്ചുകൂടെ ക്വാളിറ്റി ഉണ്ടാവുമായിരിക്കും. അപ്പോൾ ഞാൻ സ്റ്റീൽ വാങ്ങിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതേ നമ്മൾ സിങ്കിൻ്റെ സൈഡൊക്കെ ക്ലീൻ ചെയ്തിട്ട് അതേമാതിരി നമ്മുടെ പൈപ്പില്ലേ, പൈപ്പും തുടച്ച് വൃത്തിയാക്കണം കേട്ടോ. അല്ലെങ്കിൽ പൈപ്പ് മാത്രമായിട്ട് ഒരു നീറ്റല്ലാത്ത പോലെ ഇരിക്കും. എന്നിട്ട് തിരിച്ചതൊക്കെ അതേപോലെ തന്നെ വയ്ക്കുന്നുണ്ട്. പിന്നെ ഈ സ്ക്രബ്ബറും സ്പോഞ്ചൊക്കെ നമ്മൾ നൈറ്റ് ഒന്ന് തിളച്ച വെള്ളത്തിലിട്ട് വയ്ക്കുകയാണെങ്കിൽ നല്ലതാട്ടോ, ക്ലീനായി വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ചെയ്യാറുണ്ട് ഇടയ്ക്ക്. പിന്നെ ഇത് നോക്ക്, ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ആ ലിക്വിഡൊക്കെ ഒഴിച്ച് വയ്ക്കുന്ന ബോട്ടിലൊക്കെ ഒന്ന് അതിൻ്റെ അടിയിലൊക്കെ അഴുക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വയ്ക്കുകയാണ്. പിന്നെ ഇതിപ്പോൾ ഇടിയപ്പം ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ രാവിലെ. അപ്പോൾ അത് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ട് കഴുകാമെന്ന് ഓർത്തിട്ടാണ്. കാരണം വേഗം ക്ലീൻ ആവില്ലല്ലോ, കുറച്ചൊക്കെ അതിൽ പറ്റിയിരിപ്പുണ്ടാവും. അതുകൊണ്ട് കുറച്ച് എളുപ്പമാകാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചാട്ടോ. പിന്നെ ഇത് നമ്മുടെ ഇത് കണ്ടോ, ഇതിൻ്റെ മുകളിലൊക്കെ ഭയങ്കരമായിട്ട് ഓയിലിൻ്റെ ഇത് വരും. അപ്പോൾ അത് ക്ലീൻ ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ ക്ലീൻ ചെയ്യാതിരുന്ന് ചിലപ്പോൾ ഓയിൽ താഴേക്ക് ചാടണ അവസ്ഥ വരെ എത്തും കേട്ടോ. അതുകൊണ്ട് അത് ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്ത് കൊടുക്കണം. ഞാനത് യൂഷ്വലി മിക്കവാറും തന്നെ എപ്പോഴും തന്നെ ക്ലീൻ ചെയ്യാറുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ക്ലീൻ ചെയ്തപ്പോൾ കൂടാതെ കാണിച്ചു എന്ന് മാത്രം. പിന്നെ നമ്മുടെ കബോർഡിൻ്റെ കിച്ചൺ കബോർഡ്സൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ്. അവിടെയും നമ്മൾ കാണുമ്പോൾ അതിൽ അഴുക്കൊന്നുള്ള പോലെ ഫീൽ ചെയ്യില്ല. പക്ഷേ അതിൽ നമ്മൾ ടിഷ്യൂവിൽ തുടച്ചിട്ട് നോക്കിക്കഴിയുമ്പോൾ നല്ല പോലെ അഴുക്ക് കാണും. കാരണം പൊടിയും പിന്നെ ഈ ഓയിലിൻ്റെ ഇതൊക്കെ തെറിച്ചിട്ട് ഭയങ്കരമായിട്ട് അഴുക്കുണ്ടാവും. അപ്പോൾ അതൊക്കെ അതിൻ്റെ അടിഭാഗവും അതിൻ്റെ മുകളിലൊക്കെ നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് തുടച്ച് വൃത്തിയാക്കണം. പിന്നെ ഷെൽഫുകളൊന്നും ഞാൻ അങ്ങനെ എല്ലാം ഒന്നും ക്ലീൻ ചെയ്യണില്ല. കാരണം അത്യാവശ്യം എല്ലാം ഓർഗനൈസ്ഡ് ആയിട്ട് തന്നെയാണ് ഇരിക്കണേ. പിന്നെ നല്ലപോലെ ഒന്ന് എടുത്ത് തുടച്ച് ക്ലീനാക്കിയാൽ നല്ലതാണ്. പക്ഷേ ഞാനത് ക്ലീൻ ചെയ്യണില്ല കേട്ടോ. ഇതിപ്പോൾ എന്നാന്ന് വെച്ചാൽ ഈ ഇങ്ങനെ ഒരു സൈഡിൽ ഇങ്ങനെ 3 ഡ്രോയേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൽ എന്നാന്ന് വെച്ചാൽ ഏറ്റവും താഴെ ഞാൻ കുറച്ച് എക്സ്ട്രാ വരുന്ന മസാല പൗഡേഴ്സ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് ബാക്കി വരുന്നതൊക്കെ വെക്കണേ. അതെത്ര അറേഞ്ച് ചെയ്ത് വെച്ചാലും വാവയ്ക്ക് തുറക്കാൻ പറ്റും ഈ 3. ബാക്കിയും തുറക്കാൻ പറ്റും, പക്ഷേ ഈ 3 അവൾ എപ്പോഴും വന്ന് തുറക്കുന്ന സ്ഥലമാണ്. അപ്പം അതിൽ അടിയിലത്തെ 2 അവൾക്ക് എടുക്കാൻ ഭയങ്കരമായിട്ട് എത്തും. അപ്പോൾ ഏറ്റവും അടിയിൽ നിന്ന് അവൾ എന്തോരം നമ്മൾ ഒതുക്കി വെച്ചാലും അവൾ അതിനകത്ത് നിന്ന് എടുത്ത് പുറത്തിടും. പിന്നെ ഞാൻ കയറ്റി വയ്ക്കുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതങ്ങനെ അറേഞ്ച് ചെയ്യാൻ പോണില്ല. ഈ മേലത്തെ 2 വെച്ചാൽ മേലത്തേൽ കുറച്ച് ക്ലിംഗ് റാപ്പ് അതേമാതിരി എന്താ
കുറച്ച് ക്ലിപ്സൊക്കെ ഇല്ലേ നമ്മൾ ഈ പൊട്ടിച്ച പാക്കറ്റിലിട്ട് വയ്ക്കുന്നത്, അങ്ങനത്തെ ക്ലിപ്സൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചതാട്ടോ. പിന്നെ ഇതിനകത്ത് പൊതുവേ ഒന്നുമില്ലായിരുന്നു. നാട്ടിൽ നിന്ന് അനിയത്തി വന്നപ്പോൾ കൊണ്ടുവന്ന ഒരു ഉണക്കക്കപ്പ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പാക്കറ്റ് വെച്ചിട്ടുണ്ടായി, അതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൽ എന്തെങ്കിലും അടിയിലൊന്ന് വിരിച്ചിട്ട് വയ്ക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതല്ലോ എന്ന് ഓർത്ത് ഞാൻ അന്ന് വാങ്ങിയ ഒരു വാൾപേപ്പർ ഇല്ലായിരുന്നു, അത് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അതിൻ്റെ വാങ്ങിച്ച പർപ്പസ് നടന്നില്ലെങ്കിലും അതിൽ ബാക്കിയുള്ളത് ഞാൻ കളയാതെ വെച്ചിട്ടുണ്ടായി. അപ്പം അതൊന്ന് അതിൻ്റെ മേലെ വിരിച്ചു കൊടുക്കുകയാണ്. വിരിച്ചു കൊടുത്തിട്ട് എന്താ നമ്മുടെ പത്തിരി പ്രസ്സില്ലേ, ആ പത്തിരി പ്രസ്സും പിന്നെ ജസ്റ്റ് ആദ്യം വച്ചായിരുന്നു. ഇതൊരു കട്ടിംഗ് ബോർഡാണ് കേട്ടോ. 2 സെറ്റ് ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഒരെണ്ണം ഞാൻ യൂസ് ചെയ്യണം, ഒരെണ്ണം അങ്ങനെ വച്ചേക്കണമെന്ന് മാത്രം. അപ്പോൾ അതും അതിൻ്റെ ഒരു പത്തിരി പ്രസ്, പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരു ഉപ്പിൻ്റെ പാക്കറ്റും പിന്നെ കപ്പയുടെ പാക്കറ്റും, അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കൗണ്ടർ ടോപ്പൊക്കെ തുടച്ച് വൃത്തിയാക്കി പാത്രമൊക്കെ കഴുകി ക്ലീനാക്കി കിച്ചൺ അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. കണ്ട് സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ, ലൈക്ക് ചെയ്യണം വീഡിയോസ്. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ.